വയനാട്ടിൽ പാർട്ടി മുമ്പ് നടത്തിയ ഭൂസമരങ്ങൾ വേണ്ടത്ര വിജയിച്ചില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം ഭൂസമരം നടത്താനുള്ള CPIM തീരുമാനം. ആദിവാസികൾക്ക് അർഹതപ്പെട്ട ഭൂമി പിടിച്ചെടുത്ത് നൽകാനാണ് പാർട്ടി തീരുമാനം. തോട്ടം തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയും സമരത്തിൽ അണിനിരത്തും. വനാവകാശ നിയമത്തിൽ കട്ട് ഓഫ് ഡേറ്റിൽ മാറ്റം വരുത്തണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിൽ മാറ്റം വരുത്തി മുഴുവൻ ആൾക്കാർക്കും ഭൂമി കൊടുക്കാൻ വേണ്ടി കഴിയണം. ഇപ്പോൾ കയറിയ ആൾക്കാർക്കൊക്കെ അതിനാണ് കട്ട് ഓഫ് ഡേറ്റിൽ മാറ്റം വരുത്താൻ വേണ്ടി കഴിയണം. അത് മാത്രമല്ല, ഞങ്ങൾ ആലോചിക്കുന്നത് HMLന്റെ ഭൂമി ഒരു സെന്റും അവർക്ക് അവകാശപ്പെട്ടതല്ല. ആദിവാസികളും ഭൂരഹിത തോട്ടം തൊഴിലാളികളും കർഷക തൊഴിലാളികളും കൂടി ഗവൺമെന്റ് അത് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചെടുത്ത് ആളുകൾക്ക് വിതരണം ചെയ്യും. വലിയ പ്രക്ഷോഭം ഞങ്ങൾ നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകാം. ഹാരിസന്റെ കൈവശമുള്ള ഭൂമിയും നിക്ഷിപ്ത വനഭൂമിയും കയ്യേറും. വനാവകാശ നിയമപ്രകാരം ഭൂമിക്ക് കൈവശാവകാശം നൽകുന്നതിന്റെ പരിധി പുനർനിശ്ചയിക്കണമെന്നും CPIM ആവശ്യപ്പെട്ടു. ഇതിന്റെ ഭാഗമായി മെയ് മാസത്തിൽ ജയിൽ നിറയ്ക്കൽ സമരം നടത്തും. ഒരാളെപ്പോലും ഭൂമിയിൽ നിന്ന് ഇറക്കിവിടാൻ അനുവദിക്കില്ലെന്നും CPIM പ്രഖ്യാപിച്ചു. ആരെയും കുടിയിറക്കി ആരെയും ഒഴിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വിധി പ്രശ്നമൊക്കെ വേറെ, ഏത് വിധി വന്നാലും ആളുകളെ കുടിയിറക്കിക്കൊണ്ടുള്ള മറ്റു നടപടികളെല്ലാം നിയമപരമായിട്ട് വേറെ നോക്കട്ടെ. കുടിയിറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വയനാട്ടിൽ മാത്രം 30,000-ഓളം ആദിവാസി കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട ഭൂമി ലഭിക്കാനുണ്ടെന്നാണ് കണക്ക്. CK ജാനുവും കൂട്ടരും നടത്തിയ നിൽപ്പ് സമരമടക്കമുള്ള ഇടപെടലുകളും പാർട്ടി അടിത്തറയ്ക്ക് കോട്ടം സൃഷ്ടിക്കാൻ ഇടയാക്കുമെന്ന വിലയിരുത്തലും CPIMനുണ്ട്. ഇതും രണ്ടാം ഭൂസമരം ആരംഭിക്കാൻ പാർട്ടിയെ പ്രേരിപ്പിക്കുന്നുവെന്നതാണ് വസ്തുത. റിപ്പോർട്ടർ, വയനാട്.